യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണം കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. മയക്കുമരുന്ന് വിൽപ്പന സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ കൈമാറിയെന്നാരോപിച്ച് യുവാക്കളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ബൈക്കും പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച സംഘത്തിലെ 2 പേരെ മലപ്പുറം കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുനാവായ താഴത്തറ സ്വദേശി മുഹമ്മദ് ആഷിഖ് എന്ന 22-കാരനും തിരുനാവായ സ്വദേശി മുഹമ്മദ് മുസ്തഫ എന്ന 22-കാരനെയുമാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം പച്ചാളം മാർക്കറ്റിൽ ഒളിവിൽ വരികയായിരുന്ന മുസ്തഫയെ കുറ്റിപ്പുറം സിഐ നൌഫൽ, എസ്ഐ നാസർ, എസ്ഐമാരായ ജയപ്രകാശ്, രാജേഷ്, പോലീസുകാരായ രാജീവ്, വിപിൻ സേതു, വിമോഷ് എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. കേസിൽ കാരത്തൂർ കോട്ടക്കൽ സ്വദേശി അജ്മൽ CP എന്ന 24-കാരൻ, തിരൂർ പറവണ്ണ സ്വദേശി മുഹമ്മദ് ഷമീർ എന്ന 24-കാരനും കോടക്കൽ സ്വദേശി കൃഷ്ണകുമാർ എന്ന 24-കാരനുമാണ് കഴിഞ്ഞ 22-ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. നവംബർ 18-നാണ് കേസിന് ആസ്പദമായ സംഭവം. കുറ്റിപ്പുറം സ്വദേശികളായ നിതിൻ, വിഷ്ണു എന്നിവരെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി തിരൂർ റോഡിലെ ആശുപത്രിക്ക് സമീപം വെച്ച് അക്രമി സംഘം കാറിൽ ബലമായി പിടിച്ചുകയറ്റി കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു. അക്രമി സംഘത്തിന്റെ സുഹൃത്തായ ഒരു യുവാവിനെ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. യുവാവിനെ സംബന്ധിച്ച് പോലീസിന് വിവരം നൽകിയതിന് വിഷ്ണുവാണെന്നും പറഞ്ഞായിരുന്നു ആക്രമികൾ ഇവരെ തട്ടിക്കൊണ്ടുപോയത്. ഇവരുടെ ഇരുചക്ര വാഹനവും മൊബൈൽ ഫോണും പണവും സംഘം തട്ടിയെടുത്തു. തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ കാറിൽ വെച്ച് ഇരുവരെയും ഇരുമ്പുവടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച് ശേഷം തിരുമായിലെ ബന്ദൂർ കടവിൽ ഉപേക്ഷിക്കുകയായിരുന്നു. യുവാക്കൾ പിന്നീട് കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. തട്ടിയെടുത്ത ബൈക്കും മൊബൈൽ ഫോണും പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് കണ്ടെടുത്തിരുന്നു. കേസിൽ ഇനിയും 2 പേരെ കൂടി പിടികൂടാനുണ്ട്. മലബാർ ടൈംസ്, മലപ്പുറം.